ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കടല ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. കടലയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കുറേ അളവിൽ ഈ ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇപ്പോൾ ബാലൻസ് വരുന്ന അരിയൊക്കെ ഉണ്ടാവും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഓരോ ഡബ്ബയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഏകദേശം ഒരു 2 ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കണേ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി അതും കൂടെയൊക്കെ ഞാൻ വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞിന് അരിഞ്ഞ് വെച്ച ഓരോ തക്കാളിയും സബോളയും ഒക്കെ എടുത്ത് കൊണ്ടുപോയി തിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ ഓടിപ്പിച്ച് വിട്ടേ. പിന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആദ്യമായിട്ടൊരു ഒരു കുഞ്ഞു ഉരുളിയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉരുളിയാണ്. അപ്പോൾ അത് അമ്മയുടെയാണ് കേട്ടോ. അത് അമ്മ എനിക്ക് സ്വന്തമായിട്ട് തന്നു. അപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉരുളിയിൽ ഒന്ന് എല്ലാം കൂടെ ഒന്നിട്ട് വേവിച്ച് ഒന്ന് ചെറുതായി അരിയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കറിലാണ് കേട്ടോ ശരിക്കും വെക്കണേ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണേ. അതിന് വേണ്ടിയിട്ട് ഉരുളി ചൂടായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യ് മാത്രമല്ല കേട്ടോ, കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് അതും ഒന്ന് ചൂടായി വരണം. എന്നിട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തേ. വളരെ കുറച്ച് അളവിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണ ബിരിയാണി. ഒരു നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കണേ കേട്ടോ. എന്നിട്ട് ഒരു സവാളയും കൂടെ ഒന്ന് വഴറ്റി, അത് അധികം കുക്കാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അധികം പച്ചമുളക് ഇടുന്നില്ല കാരണം ഇതിൽ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എരിവ് അധികമായി കഴിഞ്ഞാൽ എൻ്റെ മോൾക്കൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എരിവൊക്കെ വളരെ കുറച്ചാണ് ഇട്ടിരിക്കണേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തേ. അധികം സമയമൊന്നും വെക്കേണ്ട, വേഗം തന്നെ ആവും. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തേ. അത് അധികം ഫ്രൈ ആവൊന്നും വേണ്ട, അതും ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി അധികം ഇടുന്നില്ല കേട്ടോ, കുറച്ച് മുളക് പൊടി. അത്യാവശ്യം എരിവുണ്ടാവും, പച്ചമുളകും ഈ മുളക് പൊടിയൊക്കെ ആകുമ്പോൾ എരിവുണ്ടാവും. അപ്പോൾ മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് ആ പച്ചമണം മാറണ വരെ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി, ആ കൂട്ടൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുത്തു. അതിന് ശേഷം അരി കുതിർത്തത് ബസ്മതി റൈസാണ്, ഞാൻ 2 കപ്പ് അരിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്ത് അതിന് ശേഷം വെള്ളക്കടലയും കൂടെ ഇട്ട് കൊടുത്ത് അത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തേ. ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കണേ. കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി ഇങ്ങനെ ചോറാവുമ്പോൾ അപ്പോൾ അരിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ കടലയാണ് കേട്ടോ കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇതിന് കുക്കറിലേക്ക് മാറ്റണം. എന്നിട്ട് ഒരു വിസിലടിക്കണം. അങ്ങനെ കുക്കറിലൊക്കെ ആക്കിയിട്ട് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തേ.
അതിനുശേഷം അതിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തേ. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുത്തു. വെള്ളത്തിൽ കുറച്ച് മുൻപ് നിൽക്കണമല്ലോ. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ല പോലെ തന്നെ മിക്സാക്കി കൊടുത്ത് അത് ഒരു വിസിൽ. അങ്ങനെ കുക്കറൊക്കെ അടച്ചിട്ട് ഇനി നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ ബിരിയാണിയുടെ ഇനി ഈ ഒരു വിസിലടിച്ചിട്ട് വിസിൽ പോകാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഫുൾ വിസിൽ ആവി കഴിഞ്ഞിട്ട് തുറക്കാൻ പാടില്ല. ഇനി ഈ പൊടികൾ എടുത്തതൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുകയാണ്. ഇനി നമ്മുടെ പൊടികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കണം, കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കണേ. ഇതിൻ്റെ കൂടെ നാരങ്ങ വെള്ളം സൂപ്പറാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പുതിന ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം. അപ്പോൾ അതുണ്ടാക്കാൻ പോവുകയാണേ. വെള്ളം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണേ. അപ്പോൾ ചോറാകുമ്പോഴേക്കും അത് കുറച്ച് തണവാകുമല്ലോ. ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് അവിടെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കടല ഉണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം സലാഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം അടിച്ച് ഒഴിച്ച് അത് കളഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വല്ലതൊക്കെ ഈ ഫുഡിൻ്റെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പൊക്കോളും. അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയില പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇതിലാണ് കേട്ടോ ഞാൻ പിഴിയാറ്. എൻ്റെ കയ്യിൽ നാരങ്ങ ഞെക്കിയില്ല. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളം അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുത്ത് കുറച്ച് അധികം നേരം അടിച്ചെടുക്കണേ. ഇനി അതിലേക്ക് സർലാസ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തേ. അങ്ങനെ ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അവസാനിച്ച് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകണം. പിന്നെ കുറച്ച് ക്ലീനിങ്ങും അത്രയും കൂടിയേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഈ ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത പാത്രങ്ങളും ഒക്കെ കൈയോടെ തന്നെ കഴുകി വയ്ക്കുകയാണേ. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടയ്ക്കാനേ ഉള്ളൂ. അത്രയ്ക്കും കൂടി ഇനി പരിപാടിയുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് കുക്കർ വിസിലൊക്കെ വന്ന് ഒന്ന് അത് വിസിൽ ഫുള്ളായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പോഴേക്കും ഇവിടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടാമല്ലോ. അങ്ങനെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി. ഞാൻ ഓപ്പണാക്കി നോക്കിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അങ്ങനെ ഒട്ടലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അരിയൊക്കെ വെന്ത് ചോറായി സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പാറൂസിന് ഇപ്പോഴേ തന്നെ കൊതിയായി തുടങ്ങിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിളമ്പി തരാം, ടേബിളുമ്മ ചെന്ന് ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ടേബിളുമ്മയ്ക്ക് പോവാണേ. അങ്ങനെ കഴിക്കാനുള്ള സംഭവം കുക്കറിൽ നിന്ന് ഞാൻ പകർത്തിയിട്ടില്ല കേട്ടോ. ചൂട്ടോട് കൂടി തന്നെ അങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ കൊണ്ടുവച്ചു. പിന്നെ തൈര്, അച്ചാർ, കടുമാങ്ങ അച്ചാറായിരുന്നു. സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. പിന്നെ വെള്ളം അതൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുക.
അങ്ങനെ ഞാൻ രണ്ടാൾക്കും ഫുഡൊക്കെ പകർത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ പാറൂസിന് അതിൽ പച്ചമുളക് ഇട്ടിട്ട് ഉള്ളത് അങ്ങനെ തിരഞ്ഞ് കളഞ്ഞ് കൊടുക്കണേ. അങ്ങനെ അവരും കഴിച്ചു, ഞാനും കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ ബിരിയാണി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.